ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സീബ്ര കേക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? സീബ്ര കേക്കല്ല, സീബ്ര പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ നമുക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസിന് പകരം കോൺഫ്ലോർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പുഡിംഗ് റെഡിയാക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ പാൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. നല്ല മധുരം ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പീസസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പാലിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പീസസ് ഒന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പാലിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞ പോലെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ പുഡിങ് ചിലപ്പോൾ നന്നാവുമല്ലോ. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. പാലും ചൈന ഗ്രാസും നന്നായി മിക്സ് ആകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ കഴിക്കുന്ന ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ്ചർ ചൂടോടെ തന്നെ ഈ ചോക്ലേറ്റ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേയിൽ 2 വലിയ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ്ചറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഇനി ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ്ചർ മുഴുവനും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റായിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നല്ല റെസിപ്പീസും ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.